ഇന്നത്തെ വീഡിയോ നമ്മൾ ഇരുമ്പുചോലയിലുള്ള കടന്നാക്കുടി അണ്ടർപാസ് പറയും. ആ അണ്ടർപാസിലാണല്ലോ ഇപ്പം. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ ഇരുമ്പുചോല നമ്മളെ മമ്പറം റോഡ് അണ്ടർപാസ് ആ ഒരു ഭാഗങ്ങളൊക്കെയാണ് ഇന്ന് കാണിക്കേണ്ടത്. അപ്പോൾ ഇവിടുത്തെ വീഡിയോകളൊക്കെ ആയിട്ട് ഇന്ന് വരാം. അപ്പോൾ നമ്മളെ കൂടെ നിന്നോളിട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഇരുമ്പുചോലയിൽ ഒരുപാട് സമരങ്ങളിലൂടെയൊക്കെ നേടിയെടുത്ത് ഇരുമ്പുചോലയിൽ നിന്നും കുറച്ചിങ്ങോട്ട് നീങ്ങി VKPD ഇരുമ്പുചോലിൻ്റെ ഇടയിലായിട്ട് ഉണ്ടാക്കിയ ഒരു അണ്ടർപാസ്സാണത്. ഈ ഒരു രീതിയിലാണ് ഇവിടെ, അതായത് സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരേ ലെവലിൽ സ്ട്രൈറ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. ഈ ഏരിയയിൽ ഇതിൻ്റെ ഇടുക്കിൽ കൊടുന്നിട്ട് ഒരു അണ്ടർപാസ് കൊടുന്ന് വെച്ചിട്ടുണ്ട്. ആ അണ്ടർപാസ് ഒരുപാട് അപകടങ്ങൾ ഇവിടെ സൃഷ്ടിക്കുന്നുണ്ട് കേട്ടോ. വലിയ അറിയപ്പെട്ട അപകടങ്ങൾ ഉണ്ടായിട്ടില്ല, ഉണ്ടാവാതിരിക്കട്ടെ, എന്നാലും ചെറിയ ചെറിയ അപകടങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ചെറിയ അപകടം എന്ന് പറഞ്ഞാൽ വലിയ അപകടം ഇല്ലാതിരിക്കട്ടെ. അപ്പോൾ ചെറിയ അപകടം പോരെ അനക്ക് എന്നൊക്കെ ചോദിക്കാൻ സാധ്യത ഉണ്ട്. നമ്മളെ കമൻറ്റിൽ വന്നിട്ട് ഞങ്ങൾക്ക് വലുതും കൂടി ഉണ്ടാവണം എന്നൊക്കെ ചോദിക്കും. അങ്ങനത്തെ ഓരോ കമൻറ്റൊക്കെ നമുക്ക് വരലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എടുത്ത് പറയുന്നത് ഉണ്ടാവാതിരിക്കട്ടെ. ഇപ്പോൾ ഇവിടെ കണ്ട, ഇവിടുന്ന് സ്ട്രൈറ്റായിട്ട് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു അണ്ടർപാസ് ഉള്ളതായിട്ട് ഇവിടുന്ന് വരുന്ന വണ്ടിക്കാർക്കൊന്നും അത്ര പെട്ടെന്ന് മനസ്സിലാവില്ല. ആണല്ലേ? പിന്നെ ഇവിടെ ഒരു ഹമ്പ് ഇട്ടിരിക്കണം, അതാണ് മെയിൻ. ഈ ഹമ്പ് ഇട്ടതുകൊണ്ട് പിന്നെയും കുഴപ്പമില്ല, അല്ലാഞ്ഞാൽ ഇവിടെ അണ്ടർപാസിൽ അറിയില്ല. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വണ്ടികൾ ഇറങ്ങി വരും. ഇവിടുന്ന് നേരെ സ്ട്രൈറ്റ് ആയിട്ട് വരുന്ന വണ്ടി ഒന്നുകൂടി അങ്ങോട്ട് തട്ടും അല്ലെങ്കിൽ ഇങ്ങോട്ട് തട്ടും. അതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കിയാൽ ഒരു വണ്ടി കറക്റ്റായിട്ട് വരാം. ആ ഒരു മിറർക്ക് നോക്കിയാൽ മാത്രമേ ഇവിടുന്ന് കാണുള്ളൂ അവിടുന്ന് വണ്ടി വരുന്നുണ്ടാവുന്നു. അത് മഴ അത്തരം സാഹചര്യങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ സാധ്യതയില്ല. ഇനി ഇതിൻ്റെ ഇപ്പുറത്തേക്ക് പോകട്ടോ. പിന്നെ ഇരുമ്പുചോല ഭാഗത്താണ് ഞാൻ വീഡിയോ കാണിക്കേണ്ടത്. ഈ മെറ്റലൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്നത് എന്താ വെച്ചാൽ, മഴ പെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള മെറ്റലുകൾ ഈ ഒരു തുളഹ വഴി, ഈ തുളഹകൾ വഴി വെള്ളത്തിൽ കൂടെ ചാടി വരുന്നതാണ് ഈ കാണുന്ന മൊത്തം മെറ്റലുകളും കേട്ടോ. ഇത് കണ്ടോളി, ഇവിടുത്തെ ഒരു കാഴ്ച കാണണമെങ്കിൽ ഇയാളിങ്ങനെ നോക്കണം. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അവിടുന്ന് വണ്ടി വരും. നല്ല ശ്രദ്ധ ഇല്ലാഞ്ഞാൽ ഇവിടെ ഒരു പണി കിട്ടും. കണ്ടാ, നല്ല ശ്രദ്ധ ഇല്ലാഞ്ഞാൽ ഇവിടെ നല്ല രീതിയിലുള്ള പണി കിട്ടുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു ഏരിയ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇരുമ്പുചോലൻ്റെ മുകളിൽ പോവാം. അപ്പോൾ ഇത് നമ്മളിട്ട പേരാണ് കേട്ടോ, കടന്നാക്കുടി അണ്ടർപാസ് നമ്മളിട്ടൊരു പേരാണ്. കാരണം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ ഞാനടക്കം പെട്ടുപോകുന്നുണ്ട്, എല്ലാവരും പെടുന്നുണ്ട്. കാരണം ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങും. ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയാൽ അപ്പോഴേക്കാരം അവിടുന്ന് ഒരു വണ്ടി കയറല്. അപ്പോൾ ഇങ്ങോട്ട് റിവേഴ്സ് വെക്കേണ്ടി വരും. അപ്പോൾ റിവേഴ്സ് വെക്കുമ്പോൾ എന്താവും, ഇവിടുന്ന് വരുന്ന വണ്ടി നമ്മളെ തൊട്ടടുത്തുണ്ടാവും. എങ്ങനെ റിവേഴ്സ് വെക്കാം, അവിടുന്ന് കയറിയ വണ്ടി ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇവിടെ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ റിവേഴ്സ് വെക്കുമ്പോൾ വണ്ടി തട്ടുന്നുണ്ട്. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. എന്തായാലും നമ്മൾ ഇങ്ങനെ പോയിട്ട് നമ്മളിതിൻ്റെ മുകളിലേക്ക് പോയിട്ട് ഇവിടുത്തെ ഒരു അവസ്ഥകളൊക്കെ കാണിക്കാം. സൈഡിലിതാ ഈ ഒരു ലെവലിലൊക്കെയാണ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മളെ വണ്ടി എടുത്തിട്ട് ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് പോട്ടാം. അപ്പം നമ്മൾ ഇതുവഴി ഇങ്ങനെ പോയിട്ട് നമ്മൾ ഈ റൂട്ടിലേക്ക് കയറാം. എന്നിട്ട് ഇവിടുത്തെ അവസ്ഥകളൊക്കെ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇതുവഴിയാണ് നമ്മൾ കയറേണ്ടതെങ്കിൽ ഇതിൽ കൂടെ ഇങ്ങനെയാണ് കയറാം. കയറിയിട്ട് ഇവിടെയൊക്കെ സൈഡ് ഡിവൈഡറും കാര്യങ്ങൾ, സെൻട്രൽ ഡിവൈഡർ എല്ലാം വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതുവഴി അല്ലാതെ നമുക്ക് മമ്പറം അണ്ടർപാസ് ഭാഗത്തേക്ക് പോകാൻ കഴിയൂല. അപ്പോൾ മമ്പറം അണ്ടർപാസിൻ്റെ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ കൂടെ ഒരു ഇച്ചിരി ത്യാഗം സഹിക്കേണ്ടി വരും കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് റോഡ് റെഡി ആയിട്ടില്ല, വർക്ക് നടക്കുന്നുള്ളൂ. ഈ ഒരു രീതിയിലാണ് ഇവിടെയൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൽ കൂടെ എങ്ങനെ പോയി നോക്കാം. നമ്മളിതാ തോടിൻ്റെ പാലത്തിൻ്റെ മുന്നിലെത്തിട്ടോ. ഈ തോടിൻ്റെ പാലാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ഇവിടുന്ന് ആ തോട് കാണാം കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ ആണ് ഇവിടുത്തെ ആ ഒരു തോട്. നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഈ ടൈമിൽ ഇവിടുത്തെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. ഇരുമ്പുചോല ഭാഗമാണ് ആ കാണേണ്ടത്, ആ ബസ് വരുന്ന ആ ഒരു ഭാഗം. ഇതാണ് ആ ഒരു അണ്ടർപാസ്.
കണ്ടോ, ഇതാണ് ആ ഒരു അണ്ടർപാസ്. ഇവിടെയൊക്കെ ഇനി അവസാനഘട്ട വർക്കുകളായിട്ടുള്ള വർക്കുകളേ ഉള്ളൂ. ബോളറിട്ട് അടിക്കലും ടാറിങ് പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സൈഡിലുള്ളതോ ഡിവൈഡർ വർക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇനി നമ്മൾ ഇതിൽ കൂടെ എങ്ങനെ പോവാം, നമുക്ക് ചെറിയ രീതിയിലൊക്കെ ഇതുവഴി പാസ് ചെയ്യാനുള്ള ചെറിയ സൗകര്യങ്ങളൊക്കെ ഇതിലൂടെ ഉണ്ട്. ഇതുവഴി അവിടെ എത്തിയാൽ പിന്നെ അവിടെ നിന്നാണ്ട് അടിപൊളി റോഡാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി നോക്കാം. തിരിച്ച് ഇതുവഴി തന്നെ നമുക്ക് വരണം കേട്ടോ. നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ കയറി വന്ന് എന്താക്കണേ, ഇതൊരു ഇച്ചിരി ടാസ്ക് ഏരിയ കേട്ടോ. നീ കൂടെ എങ്ങനെയാണ് കയറി വന്ന്. അപ്പോൾ നമ്മളിതാ ഇരുമ്പുചോല അതുവഴി ഇങ്ങനെ കയറി വന്നു, ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള കാഴ്ച കേട്ടോ, കണ്ടോളി. ഇവിടെ ഇതുവരെ ഈ ഒ പി പടി, വി കെ പടി, ഒ പി പടി എന്ന് പറയുന്ന ഭാഗത്താണ് ഇപ്പോൾ ഞാനുള്ളത്. അങ്ങനെ ഒരു പേരും കൂടി നമ്മൾ ലോക്കൽ നെയിമായിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ. അതാ ഇരുമ്പുചോലിൻ്റെ ആ ഒരു ഭാഗം. അവിടെ വരെ ടാറിങ് റെഡിയാണ്, ഇവിടെ റെഡിയാണ്. നമ്മളെ തോടിൻ്റെ അടുത്ത് ആണ് കുറച്ച് സ്ഥലം റെഡി ആവാതിരുന്നത്. അപ്പോൾ അതിന് പാലത്തിൻ്റെ അണ്ടർപാസിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞ് മണ്ണൊക്കെ ഇട്ട് സൈഡ് ഡിവൈഡറൊക്കെ വെച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിൽ കൂടിയാണ് കയറി വന്നത് കേട്ടോ. ഈ ഒരു ഭാഗം ഇവിടുന്ന് കാണിച്ചാൽ നമുക്ക് ഒന്നും കൂടി കറക്റ്റായിട്ട് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവിടുന്ന് ഇവിടെ വരെയുള്ള ആ ഒരു സ്ഥലം ജോയിൻ്റ് ആയാൽ നമുക്ക് ഏകദേശം വലിയ പറമ്പ് കഴിഞ്ഞിട്ട് തലവെട്ടി മുതൽ അരീത്തോട്, വി കെ പടി, ഇരുമ്പുചോല, കൊളപ്പുറം വരെയുള്ള ഭാഗം പക്ക ജോയിൻ്റ് ആയി കിട്ടും കേട്ടോ. വർക്കുകൾ കഴിഞ്ഞ രീതിയിലായി കിട്ടും. ഇവിടെ കുറച്ച് സ്ഥലമാണ്, ഇത് വൈകാതെ കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ വർക്ക് നടക്കുന്നതാണ് തോന്നുന്നത്. ഇവിടെയൊക്കെ മണ്ണിട്ട് റെഡിയാക്കുന്ന ഒരു വർക്കുകളാണ് ഇപ്പം നിലവിൽ നടക്കേണ്ടത്. ഇവിടെയൊക്കെ ആദ്യത്തെ കുറേ മുന്നേ നമ്മൾ വീഡിയോ ചെയ്തതാണ്. എന്തായാലും പുതിയൊരു അപ്ഡേഷനായിട്ട് കാണിക്കാം. ഇവിടെ ചെറിയൊരു വർക്ക് നടക്കുന്നുണ്ട്. നമ്മൾ സെൻട്രലിൽ ഡിവൈഡർ വെക്കുന്ന ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ 2-3 ദിവസമായിട്ട് ഇപ്പോൾ ഈ ഒരു വർക്കാണ് ഇപ്പോൾ ഇവിടെ നടക്കേണ്ടത്. ഇതിൻ്റെ അപ്പുറത്ത് നമ്മൾ അരിത്തോട് ഉയർത്തിയ ഭാഗങ്ങൾ കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തി കാണിക്കട്ടോ. ഇവിടെയൊക്കെ ഡിവൈഡർ വെച്ച് നല്ല സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ എൻഡ് വരെ നമുക്ക് പോകാൻ പറ്റും. ഇവിടെ നമ്മൾ അണ്ടർപാസ് വരുന്നുണ്ട്, ഇവിടെ നിൽക്കേണ്ടി വരും കേട്ടോ. ഈ അണ്ടർപാസിന്റെ ഇവിടെ നമ്മൾ നിർത്തിയിട്ട് ഇനി ഇതിന്റെ അപ്പുറത്തേക്കുള്ള കാഴ്ചകൾ ഞാൻ ഇവിടുന്ന് കാണിച്ചു തരാം. ഇവിടുന്ന് വണ്ടി അങ്ങോട്ട് പോകില്ല. അപ്പൊ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടുള്ള കാഴ്ചകൾ ഞാൻ കാണിക്കാം. ഈ ഒരു രീതിയിൽ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ. അപ്പൊ ഇത്രയും കാലം ഇതിന്റെ അപ്പുറത്ത് വലിയ രീതിയിലുള്ള താഴ്ചയിലായിരുന്നു നമ്മൾ അരീത്തോട് ഭാഗം. ഇപ്പോൾ അരീത്തോടിന്റെ ആകെ മുഖം മാറിയിട്ടാണ്. എന്താണ് ഇത് നമ്മളെ മമ്പറം അണ്ടർപാസ്, മമ്പറം റോഡ് അണ്ടർപാസ്, മമ്പറം അണ്ടർപാസ് അല്ല. ഇതേമാരത്തെ ഗ്യാപ്പാണ് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചത്. പഠിക്കൽ അതൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കുന്ന വർക്കുകളൊക്കെ നടക്കാനുണ്ട്. ഇന്നലത്തെ വീഡിയോയിലേ നമ്മളിത് കട്ട് ചെയ്യേണ്ടതൊക്കെ മറ്റുള്ള വീഡിയോകളിൽ എന്തെങ്കിലുമൊക്കെ കണ്ടതാണ്. അപ്പോൾ അത് അറിയാഞ്ഞിട്ടല്ല കേട്ടോ. അപ്പോൾ അവിടെ അങ്ങനെ ഒരു അപാകത കണ്ടപ്പോൾ അത് നമ്മൾ കാണിച്ചു എന്ന് മാത്രം. ഇതാണ് നമ്മളെ മമ്പറം റോഡ്. ഒക്കെ അതൊന്ന് വമ്പൻ ഹൈറ്റാണ്. ഇതൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് അരീത്തോട് എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴ്ചയുള്ള ഒരു സ്ഥലമായിരുന്നു. ഏറ്റവും താഴ്ച പറഞ്ഞാൽ അത്യാവശ്യം ഈ ഒരു അണ്ടർപാസിൽ നിന്ന് അത്യാവശ്യം നല്ല താഴ്ചയിലുള്ളൊരു സ്ഥലമായിരുന്നു ഈ അരീത്തോടിൻ്റെ ഈ ഒരു ഭാഗം. ഇപ്പോൾ അത് അരീത്തോടിന് മുറിച്ചായം മാറിയിരിക്കുകയാണ്. ഇതാണ് അരീത്തോടിൻ്റെ ഏറ്റവും താഴ്ചയുള്ള ഭാഗമാണ്. അഭിപ്രായത്തിൽ ചേളാരിയൊക്കെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉയർച്ചയിലേക്ക് പൊന്തിച്ച് കൊണ്ടുവന്ന അരീത്തോട് അങ്ങാടിയുടെ ഭാഗമാണ്. ഒരുപാട് ചീനി മരങ്ങളും ഇതൊക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ നിന്നിരുന്ന ഒരു അങ്ങാടിയായിരുന്നു അരീത്തോട് അങ്ങാടി. അരീത്തോട് അങ്ങാടി സ്വാഹ. ഇപ്പം അരീത്തോട് അങ്ങാടി ഇങ്ങനെ കേട്ടോ. അരീത്തോട് അങ്ങാടി എന്ന് പറഞ്ഞ അങ്ങാടി കുറച്ച് അങ്ങോട്ട് നീങ്ങി ഒരു സ്ഥലത്തേക്ക് ഒതുങ്ങിയിരിക്കണം. NH 66 മുകളിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ കാണുമ്പോൾ പഴയ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗിയൊന്നും ഇപ്പം ഇല്ല. പക്ഷേ ഇതൊരു വേറെ ഭംഗിയാണ്, നല്ല അടിപൊളിയായിട്ടുണ്ട്. നമ്മളെ വീട് ഇതിൻ്റെ അപ്പുറത്താട്ടാ. ഈ വീടിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട് അവിടെ ഒരു വീട് കാണില്ലേ, അതിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ടാണ് എൻ്റെ വീട് വരുന്നത്. ആ വീടിൻ്റെ അപ്പുറത്ത്, അതായത് നമ്മളെ വീട് ഇവിടെ നിന്ന് കാണൂല. നമ്മളെ അരീത്തോട് പള്ളി. അപ്പോൾ നമ്മളെ വീട് ഇവിടെ നിന്ന് നോക്കിയപ്പോൾ എൻ്റെ വീട് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് അല്ലേ. എന്തായാലും അരീത്തോടിൻ്റെ ഒരു കാഴ്ചകളാണ് കാണേണ്ടത്. നമ്മൾ വെറുപ്പിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞോളിട്ടോ, നമുക്ക് മാറ്റങ്ങളൊക്കെ വരുത്താം. എത്രത്തോളം താഴ്ച ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. ഇത്രയും ഉയർത്തിയിട്ടാണ് നമ്മൾ അരീത്തോട് ഭാഗം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇരുമ്പുചോല ടു അരീത്തോടിൻ്റെ
ഒരു ഏരിയകളാണ് ഞാൻ ഇന്നിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കേണ്ടത്. ഇത്രയും ഒരു ഏരിയകളാണ് ഇരുമ്പിച്ചോല ടു അരീത്തോടിൻ്റെ വീഡിയോ. നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യാം, നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ കേട്ടോ. ഒരുപാട് ആൾക്കാർ നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 8 മാസത്തിൻ്റെ ശേഷം വീഡിയോ ചെയ്തിട്ടും ഇന്നെ ഇപ്പോഴും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിൽ കൂടുതലും പ്രവാസികളാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എല്ലാവരും പ്രവാസികളൊക്കെ ആയിട്ടുള്ളവരൊക്കെ നമുക്ക് പ്രവാസികളാണെങ്കിൽ ആണെന്നൊരു കമൻ്റ് ഒന്ന് അയച്ചിട്ടോ. നമ്മൾ പ്രവാസികളാണ്, നിങ്ങളെ വീഡിയോ കാണാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളൊരു കമൻറ്റ് നമ്മളെ ഒരു ആശ്വാസത്തിന് ഇട്ടാൽ നമുക്ക് ഒന്നും കൂടി മെനക്കെടാൻ പറ്റും. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് കേട്ടോ. ഇന്ന് ഞായറാഴ്ച രാവിലെ ഏകദേശം ഒരു 7:30 ആവാനാകുന്നേ ഉള്ളൂ. ആ ഒരു സമയത്താണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കേണ്ടത്. അപ്പോൾ നമ്മളെ ജോലി എന്ന് വെച്ചാൽ ഓട്ടോറിക്ഷ ഓടിക്കുക എന്നുള്ളതാണ്. അതിൽ എനിക്ക് സ്കൂൾ ട്രിപ്പ് ഉണ്ട്, ഏകദേശം 3 ട്രിപ്പ് ഉണ്ട്. അപ്പോൾ അതിന് സ്കൂൾ ട്രിപ്പുള്ള ഓടിയോൾക്കും ഇനിയിപ്പോൾ അല്ലാത്തവർക്കും അറിയാം, അതിന് മെനക്കെട്ട് നിൽക്കണം നമ്മൾ സ്കൂൾ ട്രിപ്പിന്. അപ്പോൾ ആ സ്കൂൾ ട്രിപ്പിൻ്റെ ഇടയിൽ എനിക്ക് എവിടേക്കും പോകാനൊന്നും പറ്റില്ല. ലീവുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ പോവുള്ളൂ. പിന്നെ ഞായറാഴ്ചകളിൽ ഞാൻ ടൂറിസ്റ്റ് ബസ്സിൽ ട്രാവലറിൽ ഇതിലൊക്കെ ഡ്രൈവറായിട്ട് പോകുന്ന ഒരു പരിപാടിയും കൂടി ചെയ്യുന്നുണ്ട്. എന്നാലല്ലേ നമുക്ക് ഒരു കുടുംബക്കുള്ളതാണ്, നമ്മുടെ ജീവിതം മുന്നോട്ട് പോകണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇത് നമുക്ക് ഏറ്റവും ഒരു ഇഷ്ടപ്പെട്ട കാര്യമാണ്. യൂട്യൂബ് ഒരു വീഡിയോ ചെയ്യുക കാര്യങ്ങളൊക്കെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതും കൂടി അതിൻ്റെ ഇടയിൽ കൂടെ ഉൾപ്പെടുത്തുകയാണ്. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഉള്ള ഗ്യാപ്പിലൂടെ ഞാൻ പോയിട്ട് ചെയ്യും. പിന്നെ ഇതിലൊരാൾ കമൻറ്റ് ഇട്ടിരുന്നു നമ്മളെ ഇടിമൊഴി ഭാഗത്തൊരു വീഡിയോ ചെയ്യാൻ. എന്തായാലും വല്ലാണ്ട് വൈകാതെ ഞാൻ ആ ഒരു വീഡിയോ ചെയ്യും. എനിക്ക് കിട്ടുന്നൊരു ഗ്യാപ്പിൽ ഞാൻ അവിടെ എത്തിയിട്ട് മാക്സിമം എന്തായാലും എനിക്ക് രാവിലെയാണ് പറ്റുള്ളൂ. അപ്പോൾ നന്ന രാവിലെ ഞാൻ പോയിട്ട് അവിടുത്തെ ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ മാക്സിമം ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യട്ടോ. എന്നാലും നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ഉള്ള ടൈമിൽ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടായാൽ ഉള്ള ടൈം കൊണ്ട് ഞാനൊക്കെ പോയിട്ട് ചെയ്യും. അത് ചെയ്യാനുള്ള ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടായാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ടാവുമെന്നും എനിക്കറിയാം. എന്തായാലും നമുക്ക് പെട്ടെന്ന് നമ്മളൊരു ശൈലി മാറ്റാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഒക്കെ മാറ്റിയെടുക്കും, റെഡിയാക്കും ഒക്കെ. അപ്പോൾ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ, ബൈ, സീ യു.